ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അപ്പോൾ എന്തൊക്കെയാണ് വിശേഷം? നമ്മുടെ ന്യൂ ഇയർ ആണല്ലോ അല്ലേ, മുഹറം ഒന്നാണല്ലോ അല്ലേ. മുഹറം ഒന്നിന് നമ്മൾ ഇക്കാര്യം ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് എന്താ പറയുക, നമ്മുടെ ജീവിതത്തിൽ തന്നെ ഒരുപാട് മാറ്റങ്ങളുണ്ടാവും കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 113 തവണ ബിസ്മി ഇതേ രീതിയിൽ എഴുതി വയ്ക്കാം. അത് ചെയ്യുന്നത് നമ്മൾ മുഹറം ഒന്നിൻ്റെ അന്നോ അല്ലെങ്കിൽ അതിൻ്റെ തലേ ദിവസമായിട്ട് ചെയ്യണം. നമ്മളത് ചെയ്യുന്ന സമയത്ത് വുളു എടുക്കുക, 2 റക്അത്ത് നിസ്കരിക്കുക. എന്നിട്ട് നല്ല നിയ്യത്തോടു കൂടി തന്നെ നിങ്ങളുടെ മനസ്സിൽ എന്താണോ ഉള്ളത് ആ ഒരു നിയ്യത്തോടു കൂടി തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതേ രീതിയിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ഹർക്കത്തും പുള്ളിയൊന്നും ഇല്ലാണ്ട് നല്ല രീതിയിൽ ഇതുപോലെ തന്നെ 113 തവണ എഴുതി വെക്കുക കേട്ടോ. നിങ്ങളുടെ ഓരോരുത്തരുടെയും ഹലാലായ എല്ലാ ആഗ്രഹങ്ങളും അള്ളാഹു ഈ ഒരു പരിശുദ്ധ മാസത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് സാധിപ്പിച്ച് തരട്ടെ എന്ന പ്രാർത്ഥനയോട് കൂടി നമുക്ക് ഇന്നത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. അപ്പോൾ ഇന്നിപ്പം നമുക്കൊക്കെ നോമ്പാണെങ്കിലും കുഞ്ഞുമക്കൾക്ക് നോമ്പെടുക്കാൻ വേണ്ടി കഴിയില്ലല്ലോ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നതാണ് കേട്ടോ രാവിലെ. അപ്പം ഞാനിപ്പോൾ ഓർഡർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ അതും നമ്മുടെ വിറകടുപ്പിൽ അരി അരച്ചിട്ടാണ് ഓട്ടട ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അരി നമുക്കറിയാലോ, ഓട്ടടൻ്റെ റെസിപ്പിക്ക് പിന്നെ എല്ലാവർക്കും അറിയുന്നതാണല്ലോ അല്ലേ. അരി അതുപോലെ തന്നെ കുറച്ച് ചോറ് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് അരച്ചെടുക്കുക അല്ലേ. എന്നിട്ട് ഇതുപോലെ വിറകടുപ്പിൽ ചുട്ടെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ടുള്ള ഓട്ടട തന്നെ റെഡിയാവും കേട്ടോ. അങ്ങനെ അതൊക്കെ റെഡിയാക്കി കഴിഞ്ഞ് പിന്നെ ഇനിയിപ്പോൾ മക്കളെ കുളിപ്പിക്കൽ എല്ലാ കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞ് ഇപ്പോൾ ഉച്ചയ്ക്ക് ശേഷം നമ്മൾ നോമ്പ് തുറക്കുള്ള മുഹറം ഒന്നാണല്ലോ, അതിൻ്റെ നോമ്പാണല്ലോ, അതിന് തുറക്കുള്ള ഒരു ചെറിയൊരു റെസിപ്പി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ഒരു ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു കപ്പ് മൈദ, അതിലേക്ക് ഒരു നുള്ള് ഉപ്പ്, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് കുറച്ചധികം വെള്ളം കൂടി ചേർത്തിട്ട് മിക്സിൻ്റെ ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുത്തതാണ് കേട്ടോ. ഈ ഒരു പരുവത്തിൽ വേണം കേട്ടോ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ അതിലേക്കൊരു മസാലക്കൂട്ട് റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിത് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ കുഞ്ഞിപ്പെണ്ണും എൻ്റെ അടുത്ത് അങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പാനൊക്കെ ചൂടായി വന്നപ്പോൾ ഞാനിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കുക. അത് ഈ എണ്ണയിൽ കിടന്നിട്ട് ഇതിൻ്റെ ഈ ഒരു പച്ചമുളക്ക മാറുന്ന സമയത്ത് നമുക്ക് എന്താക്കാം, അതിലേക്ക് സവാള, അതുപോലെ ക്യാരറ്റ്, ബീൻസ്, അതുപോലെ ഉരുളക്കിഴങ്ങ്, ചെറുതായിട്ട് അരിഞ്ഞ ഉരുളക്കിഴങ്ങ്, ഇതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു നുള്ളുപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് ഇനിയിപ്പോൾ അതൊന്ന് വാടി കിട്ടണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിത് കുറച്ച് നേരം ഒന്ന് മൂടി വെച്ചിട്ട് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഉള്ളി ഒന്ന് ചെറുതായിട്ട് വാടിക്കഴിഞ്ഞതിന് ശേഷം ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അങ്ങനെ ഏകദേശം ഇതൊന്നും അങ്ങോട്ട് വാടി വന്ന് കഴിഞ്ഞതിന് ശേഷം ഇനി ഇതിലേക്ക് കുറച്ച് മസാലകളിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഒരു നുള്ള് മുളക് പൊടി, അതുപോലെ മഞ്ഞൾപ്പൊടി, ഗരം മസാല, ഇത് 3 കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഓക്കെ, പിന്നെ ഇത് അധികം വെള്ളമൊന്നും കാണുന്നില്ല. അപ്പോൾ ഞാൻ എന്താക്കി, കുറച്ച് വെള്ളം കൂടി ഒഴിച്ചെടുത്തിട്ട് ഒന്ന് പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചെടുത്തിട്ട് അങ്ങനെ മൂടി വെച്ച് വേവിക്കുന്നതാണ് കേട്ടോ.
ഇനി നമുക്കതിലേക്ക് ഒരു കോഴിമുട്ട കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ചിക്കനോ ബീഫോ എന്തോ വേണമെങ്കിലും ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ അവിടെ ഒരു കോഴിമുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുകൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ മസാല ഇവിടെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ദോശകളായിട്ട് ചുട്ടെടുത്തിട്ട് നമുക്ക് ഈ മസാലയിലേക്ക് ഫില്ല് ചെയ്തിട്ടൊന്ന് എങ്ങനെയാണ് നമ്മുടെ ആ ഒരു റെസിപ്പി ഉണ്ടാക്കുന്നതെന്ന് കാണാമല്ലേ. ഈ ഒരു മസാല ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ എല്ലാ സൈഡൊന്ന് പ്രസ് ചെയ്തെടുക്കണം കേട്ടോ. അതൊന്നും അവിടെ അതിൻ്റെ ഉള്ളിൽ പുറത്തേക്ക് പോകാതെ അതിൻ്റെ ഉള്ളിൽ ഫില്ലായി നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള അടിപൊളി സ്നാക്സ് ഇവിടെ ആയിട്ടായി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഒന്ന് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണേ, അടിപൊളിയായിരിക്കും, എല്ലാവർക്കും ഇഷ്ടപ്പെടും. പിന്നെ നമുക്ക് നോമ്പുറക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഉണ്ടായത് പൊറോട്ടയാണ് കേട്ടോ. പാക്കറ്റ് പൊറോട്ടയാണ്. നമ്മൾ ചുടുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോ പൊറോട്ട എടുത്തിട്ട് നല്ലോണം വെള്ളം നനച്ച് കഴിഞ്ഞതിന് ശേഷം ലോ ഫ്ലെയിമിലാക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മുറിച്ചിട്ട് അങ്ങനെ വേവിച്ചെടുക്കുക കേട്ടോ. മൈദപ്പൊടിയല്ലേ, നല്ലോണം വേവിച്ചിട്ട് തന്നെ കഴിക്കും. ഓക്കെ, അതുപോലെ തന്നെ നമുക്കിന്നിപ്പോൾ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നത് ഇത് തന്നെയായിരുന്നു, പൊറോട്ട. അതുപോലെ നമ്മുടെ ഇന്നത്തെ സ്നാക്സ്, സ്പെഷ്യൽ സ്നാക്സ് അത് തന്നെയാണ് നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ടുണ്ടായത് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ ഒന്നാമത്തെ മുഹറം നോമ്പ് മാഷാ അല്ലാഹ് അതും തുറന്നു കഴിഞ്ഞ്. ഇനി ഇൻഷാ അല്ലാഹ് ബാക്കി നോമ്പും എടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും ആരോഗ്യം, ആഫിയത്തും ദീർഘായുസ്സും തരട്ടെ. ഇനി അടുത്തൊരു വീഡിയോസുമായിട്ട് വീണ്ടും